ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം മുതൽ 4 വരെ പഠിക്കുകയായിരുന്നു. ഈ 4 അധ്യായങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് നൽകുകയുണ്ടായി. ഈ വചനങ്ങളെല്ലാം നമ്മുടെ തുടർ പഠനത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും ഒക്കെ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ മറ്റൊരു സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 അധ്യായങ്ങളിലായി നെബൂഖദ്നേസർ രാജാവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് വെളിപ്പെട്ടതെന്നും ദാനിയേലിനെയും കൂട്ടരെയും ബാബിലോണിൽ ആ രാജാവിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ബെൽഷസ്സറിനെ കുറിച്ച് പഠിക്കുകയാണ്. ചരിത്രം പറയുന്നത് ബെൽഷസ്സർ നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമകനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവത്തെ ഇവിടെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മീയ പഠനത്തിന് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഈ ദാനിയേൽ പ്രവചന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് പുസ്തകം പഠിച്ചാലും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്താണ് ഇന്ന് എന്നോട് സംസാരിക്കാനുള്ളത്, ദൈവത്തിന്റെ ആത്മാവിന് ഈ കാലഘട്ടത്തിൽ എന്നോട് എന്താണ് ഈ വചനത്തിലൂടെ പറയാനുള്ളത് എന്ന് നാം ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാനും നമുക്ക് കഴിയുന്നത്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആത്മീയ സത്യം? അപ്പൊ അത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിന്റെ 5-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, 25-ാമത്തെ വാക്യം, മെനെ മെനെ തെക്കൽ ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥം ആവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേത്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ കാര്യത്തിന്റെ അർത്ഥം, ഈ എഴുത്തിന്റെ അർത്ഥം ദാനിയേല് ഇവിടെ വായിക്കും, അതിനെ വ്യാഖ്യാനിക്കുമ്പോ നോക്കണം, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ കരം ഈ ബെൽഷസ്സറിനെതിരായിട്ട് വരുവാനും അവനെ തൂക്കി നോക്കുമ്പോ അവന്റെ ജീവിതത്തിൽ കുറവുള്ളതായി ദൈവം കണ്ട കാര്യം എന്ത് ആണ് എന്നാണ്. ദൈവം എന്നെയും നിങ്ങളെയും പരിശോധിക്കുന്ന, നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായിട്ടുള്ള ഒരു ദൈവമാണ്. ഇവിടെ ഈ ബെൽഷസ്സർ രാജാവിന്റെ ഭാരം എത്രയെന്നല്ല നോക്കിയത്, മറിച്ച് അവന്റെ പ്രവൃത്തിയെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തമ്പുരാൻ പരിശോധിക്കുകയാണ്. ആ പ്രവൃത്തികൾ കുറവുള്ളതാണ്, അവനെ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റക്കാരനാക്കുന്നതാണ് എന്ന് അതെ ദൈവത്തിന്റെ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ രാത്രി ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ ദൈവം തൂക്കി നോക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെ ദൈവം പരിശോധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരായി, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരായി, കുറ്റമില്ലാത്തവരായി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി കാണുമോ എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ചിന്ത. എന്താണ് ഈ രാജാവിനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ അവനിൽ കണ്ടതായ കുറവ് എന്ന് പറയുന്നത്? ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന ഇങ്ങനെയാണ്, ബെൽഷസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കി. എന്ത് സംഭവിച്ചു? അവർ കാണെ അവൻ വീഞ്ഞു കുടിച്ചു എന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിക്കാൻ, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 1-ാമത്തെ കാര്യം, രാജാവ് തന്റെ പദവിയെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്നുള്ളതാണ്
ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കുറ്റമായി ഞാൻ കാണുന്നത്. രാജാവ് തന്റെ പദവിയെ അലക്ഷ്യമാക്കി കളഞ്ഞു. ശ്രദ്ധിക്കണം, പഴയ നിയമത്തിനകത്ത് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അതുപോലെ പ്രവാചകന്മാരെയെല്ലാം ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ദൈവം അഭിഷേകം ചെയ്ത് ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഈ രാജാവിനെ കൊണ്ടുവന്നപ്പോ രാജാവ് തന്റെ പദവി, താനൊരു രാജാവാണ് എന്നുള്ളത് മറന്നിട്ട് രാജാവ് ഇവിടെ ഈ തന്റെ രാജ്യത്തിലുള്ള മഹത്തുക്കളോടും വെപ്പാട്ടികളോടും കൂടെ തിന്നുകുടിച്ച് കാണാനും കേൾക്കാനും വഹിയാത്തതായ അതാണ് വിഗ്രഹങ്ങളെ ആരാധിച്ച് അങ്ങനെ തന്റെ ജീവിതത്തിൽ താൻ രാജാവാണ് എന്നുള്ള ആ ഒരു പദവി, ആ മഹത്വം ഈ രാജാവ് മറന്നു കളഞ്ഞു എന്നുള്ളത് ഈ സ്ഥലത്ത് ഞാൻ കാണുന്നതായ ഒരു കുറ്റമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിനകത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവത്തിന്റെ അഭിഷിക്തന്മാരായി കണ്ടിരുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിനകത്ത് നമ്മൾ വരുമ്പോ പുതിയ നിയമ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പദവിയുണ്ട്. ആ പദവി നമ്മൾ അലക്ഷ്യമാക്കി കളയുമ്പോ, ആ പദവിക്കൊത്തവണ്ണം നമ്മൾ ജീവിക്കാതിരിക്കുമ്പോ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ ഒരു കുറ്റമായിട്ട് നമ്മൾ കാണണം. നമ്മളെ ദൈവം ഒരു ദൈവ പൈതലായിട്ട് വിളിച്ചിരിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും പിന്നെ ആരാണ്? ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് എന്നാണ്. അപ്പൊ പുതിയ നിയമത്തിനകത്ത് പത്രോസ് തന്റെ സഭയിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ലേഖനത്തിലൂടെ നൽകുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. അവരെന്തിനാണ് ദൈവം അങ്ങനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? നമ്മിലൂടെ ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാനാണ്. ആ അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യം പറയുന്നത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പൊ ദൈവം നമ്മോട് കരുണ കാണിച്ചത് എന്തിനാണ്? ദൈവം നമ്മെ ജനമല്ലാതിരുന്ന നമ്മെ ദൈവം ജനമാക്കി തീർത്തത് എന്തിനാണ്? ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരായിരിക്കാനായിട്ടാണ് പുതിയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതായ ആ വിളിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കപ്പെടുമ്പോ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിന്റെ വിളിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നാണ്. ഇവിടെ രാജാവിനും സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്ത ഒരു രാജ്യത്തിന്റെ അധികാരിയായി വെച്ചപ്പോ തന്റെ പ്രതാപ മഹത്വത്തിനിടയിൽ തന്റെ വിളിയും തന്റെ ദർശനവും താൻ മറന്നു കളഞ്ഞു എന്നുള്ളത് ഒരു വലിയ കുറ്റമായി ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, കണ്ണുനീരിന്റെയും വേദനയുടെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അവസ്ഥകളിൽ നിന്ന്, പാപത്തിന്റെ ഇരുളടഞ്ഞതായ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണ്? ദൈവത്തിന്റെ ജനമായി ലോകത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ സാക്ഷികളായി നമ്മൾ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. മറ്റൊരു കാര്യം ഈ വചനം നമുക്ക് നൽകുന്നതെന്ന് പറയുന്നത്, നോക്കണം, അതിന്റെ ദാനിയേൽ പ്രവചന പുസ്തകം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ രാജാവ് ചെയ്തതായിട്ടുള്ള മറ്റൊരു പ്രത്യേകത, അദ്ദേഹം തന്റെ
വിരുന്നിനിടയിൽ ഭക്ഷണം കഴിച്ച് സമൃദ്ധിയോടെ സന്തോഷിച്ചിരിക്കുമ്പോൾ യെരൂശലേം ദൈവാലയത്തിൽ നിന്ന് അതെ കൊണ്ടുവന്നതായ പൊൻവെള്ളി പാത്രങ്ങളെ കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയാണ്. ആ പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ വീഞ്ഞു പകർന്ന് ഈ വെപ്പാട്ടികളും മഹത്തുക്കളും അവിടെയുള്ള ആളുകളെല്ലാം കുടിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ പാത്രങ്ങളെ ഇവര് അശുദ്ധമാക്കാനായിട്ട് ഇടയായി. ദൈവാലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിച്ചതായിട്ടുള്ള പാത്രങ്ങളാണ് ഈ പൊൻവെള്ളി പാത്രങ്ങൾ. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാരാൽ വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ഈ പാത്രങ്ങളെ അത് വിശുദ്ധ ആവശ്യത്തിന് വേണ്ടി വേർതിരിച്ചതാണ്. പക്ഷെ അവര് അതിനെ അശുദ്ധിക്കായി തെറ്റായ കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ പെട്ടെന്നുള്ള ന്യായവിധി വിളിച്ചു വരുത്തുന്നതിന് കാരണമായി തീർന്നു. നമ്മൾ ശ്രദ്ധിക്കണേ, വിശുദ്ധ ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള വസ്തുക്കളെ ഒരിക്കലും നമ്മൾ അശുദ്ധിക്ക് വേണ്ടി തെറ്റായ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദൈവാലയത്തിൽ നമ്മളൊരു സാധനം, ദൈവാലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സാധനം സമർപ്പിക്കുമ്പോൾ ആ സാധനം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുകയാണ്. എന്തായിക്കൊള്ളട്ടെ, ഒരു പാത്രമായിക്കൊള്ളട്ടെ, ഒരു തുണി ആയിക്കൊള്ളട്ടെ, ഒരു ഫാൻ ആയിക്കൊള്ളട്ടെ, ഒരു ബെഞ്ച് ആയിക്കൊള്ളട്ടെ, ദൈവാലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് പുരോഹിതൻ ദൈവസന്നിധിയിൽ അതിനെ വിശുദ്ധീകരിച്ച് ആലയത്തിന് വേണ്ടി, ആലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വസ്തുവാണ്. അതിനെ നമ്മൾ ഒരിക്കലും അശുദ്ധമായ കാര്യത്തിന് വേണ്ടി തെറ്റായ രീതിയിൽ ഒരിക്കലും കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പെട്ടെന്നുള്ള ശിക്ഷാവിധിക്ക് അത് കാരണമായി തീരും. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശിക്ഷാവിധി നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുവാനായി സാധ്യതയുണ്ട് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിനിടയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16ഉം 17ഉം വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വായിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. മനസ്സിലായോ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അതിനെ നമ്മള് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തും എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആത്മാവ് വസിക്കാനായിട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ദൈവമക്കൾ എന്നൊരു പദവി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് അലക്ഷ്യമാക്കുന്നത് ദൈവത്തിന്റെ ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നതിന് കാരണമാകും. 2, ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കാനായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ, വിശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ശരീരമാകുന്ന ഈ മന്ദിരം. വേദപുസ്തകം പറയുന്നത് ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള 4 ചുവരുകൾ അടങ്ങിയതായിട്ടുള്ള കെട്ടിടങ്ങൾക്കകത്തല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ചതായ, ജീവശ്വാസം ഊതിയതായ എന്റെയോ നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മന്ദിരത്തിനകത്താണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മന്ദിരം വിശുദ്ധമാണ്. വിശുദ്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, കർത്താവിന് വസിക്കാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട മന്ദിരമാണ് ഞാനും നിങ്ങളും. അതിനെ നമ്മള് അശുദ്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ
വലിയ കുറ്റമായി മാറുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു, നമ്മള് അയോഗ്യമായി കർത്താവിന്റെ അപ്പം തിന്നാനോ ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനോ പാടില്ല. അത് പറഞ്ഞു വരുമ്പോ താഴോട്ട് പറയുകയാണ്, നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ചിലരൊക്കെയും നിദ്ര കൊള്ളുന്നവരുമായി തീർന്നു. എന്താണ് കാരണം? കർത്തൃമേശയെ അശുദ്ധമായി മനുഷ്യൻ ഉപയോഗിച്ചത് നിമിത്തം ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ കുടുംബങ്ങൾക്കകത്ത് വരുവാനും അവരുടെ ജീവിതത്തിൽ അവർ പലരും ബലഹീനരും രോഗികളും അതുപോലെ തന്നെ ചിലരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ വരെ ഇടയായി തീർന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടതായ വിശുദ്ധ മന്ദിരമാണ്, വിശുദ്ധ പാത്രങ്ങളാണ്. അത് തെറ്റായ രീതിക്ക് വേണ്ടി, പാപം ചെയ്യുവാനായി, തിന്മയ്ക്ക് വേണ്ടി, ദോഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്കെതിരെ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതിന് കാരണമായി തീരുമെന്ന് ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം, അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി എന്നാണ്. നോക്കണം, ഇതിനകത്ത് നമ്മൾ ഇന്ന് രാത്രി അറിയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കാനായിട്ട് പാടില്ല, ആരെ നമ്മൾ സ്തുതിക്കണം, ആരെ നമ്മൾ സ്തുതിക്കാൻ പാടില്ല എന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ ആരെ ആരാധിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഞാനൊരു 3 വാക്യം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. ലൂക്കോസ് 4:7 വായിച്ചേ. ലൂക്കോസ് 4:7. അടുത്തപടി അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഒരു സംഭവം നമുക്കറിയാം. ഇവിടെ ഇതാ യേശു കർത്താവ് തന്നെ നമുക്ക് വ്യക്തമായ ഒരു മറുപടി തരികയാണ്. ഉപവസിച്ച് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള യേശുവിനോട് പിശാച് ചോദ്യം പറയുകയാണ്, നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്ന മഹത്വം മുഴുവനും നിനക്ക് തരാം, നീ എന്നെ ആരാധിച്ചാ മതി എന്ന് പറയുമ്പോ യേശുവിന്റെ മറുപടി ഇതാണ്, ആരെ ആരാധിക്കാവൂ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ ആരാധിക്കണം? ദൈവത്തെ മാത്രം, ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കുവോ? പിശാചിനെ ആരാധിക്കാൻ, പിശാചിനെയും അവന്റെ ശക്തികളെയും ആരാധിക്കാനായി പാടില്ല എന്ന് ഈ തിരുവഴുത്ത് നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന് 8-9 വാക്യം വായിച്ചോ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുത്, അതരുത്, അത് നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സംതൃപ്തിയത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. നോക്കണം, ഇവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ള ദർശനം കാണിച്ചു കൊടുത്ത ദൂതന്റെ കാൽക്കൽ വീഴുമ്പോ അവിടെ ദൂതൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്കും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ശുശ്രൂഷകനാണ്, സഹശുശ്രൂഷകനാണ്. അതുകൊണ്ട് എന്നെ ആരാധിക്കരുത്, ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൂതന്മാരെ ആരാധിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ?
നമ്മൾ പല പുണ്യവാളന്മാരുടെയും ദൂതന്മാരുടെയും അടുക്കലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും അതിനെ നമസ്കരിക്കാനോ വണങ്ങാനോ പാടില്ല. മറിച്ച് ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. മൂന്നാമത് ഒരു വാക്യം കൂടി, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 12 മുതൽ 15 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യം. ബർന്നബാസിനെ ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിക്കാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കണം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പൗലൂസിനെയും ബർന്നബാസിനെയും ആരാധിക്കാനും അവർക്ക് വേണ്ടി പ്രത്യേക യാഗങ്ങൾ കഴിക്കാനും തക്കവണ്ണം ഈ ആളുകൾ ശ്രമിക്കുമ്പോ അവരെ തടുത്തിട്ട് പൗലൂസ് പറയുകയാണ്, ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്, മറിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരെ ആരാധിക്കരുത് എന്നാണ്. മനുഷ്യരെ ആരാധിക്കാനായിട്ട് പാടില്ല, ദൂതന്മാരെ ആരാധിക്കാനായിട്ട് പാടില്ല, പിന്നെയാണ് പിശാചിനെയും അവന്റെ ശക്തികളെയും ആരാധിക്കാൻ പാടില്ല. പഴയ നിയമത്തിനകത്ത് ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പന കൊടുത്തപ്പോ പറഞ്ഞു, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടായിരിക്കരുത്. നിനക്കായ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയോ അതിനെ സേവിക്കുകയോ അരുത്. ഇതൊന്നും വ്യാഖ്യാനത്തിന്റെയോ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, മറിച്ച് സ്തോത്രം ഇതെല്ലാം വ്യക്തമാണ്. നോക്കണം, ഇവിടെ നെബൂഖദ്നേസറിനോട് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ദാനിയേൽ പറയുകയാണ്, അല്ലയോ ബെൽഷസ്സറേ, കാണാനും കേൾക്കാനും കഴിയാത്തതായിട്ടുള്ള കല്ലും മരവും കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഈ വിഗ്രഹങ്ങളെ നീ സേവിച്ചപ്പോ ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞ നീ ജീവനുള്ള ദൈവത്തെ മറന്നു കളഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മള് ശ്രദ്ധിക്കണം, ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് വിഗ്രഹങ്ങളുടെയും അന്യ ദൈവങ്ങളുടെയും അടുക്കൽ പോകുമ്പോ അത് ദൈവത്തിന്റെ ശിക്ഷാവിധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് ഈ ദാനിയേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധത്തിൽ ഈ ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുകയാണ്. ഈ മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് തരുന്നത് നമുക്ക് വരാമാകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ തക്കവണ്ണമാണ്. ബെൽഷസ്സർ രാജാവിന് അവന്റെ പ്രവൃത്തികളെ തൂക്കി നോക്കിയതായിട്ടുള്ള ദൈവം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം നൽകാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നന്മ ചെയ്യുന്നവൻ ഇനിയും നന്മ ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നിർമ്മലൻ ഇനിയും തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് ദൈവവചനം നമ്മെ ആഹ്വാനം നൽകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്, വിശുദ്ധ വംശമാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിളിച്ച ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് നമ്മുടെ പദവിയെ അലക്ഷ്യമാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളിയെ നമ്മൾ ഒരിക്കലും മറന്നു കളയാനായിട്ട് പാടില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്, ദൈവം മാത്രമാണ്. ഈ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിച്ച് നമസ്കരിക്കാവൂ എന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വചനം നമുക്ക് നൽകുന്ന ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതായ ദൈവിക ആലോചനകളുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ വീഴാതെ, നമ്മുടെ വിളിയിൽ നിന്ന് അകന്നു പോകാതെ, തെറ്റിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകാതെ, നമ്മുടെ പദവികളെ അലക്ഷ്യമാക്കി കളയാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവാശ്രയത്തോടെ ജീവിക്കാൻ, ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ അടുക്കിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന പദവിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ വിളിയുണ്ട്. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ പദവികളെ അലക്ഷ്യമാക്കി കളയാതെ, ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിളിയിൽ ഞങ്ങൾ നിൽക്കുവാൻ, ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കാതെ, ഞങ്ങൾ ദൈവമേ അങ്ങേ മാത്രം ആരാധിച്ച് ദൈവത്തിന്റെ സത്യസാക്ഷികളായി നിന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവന്നവരായിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാവർക്കായും സ്തോത്രം. അവിടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാനായിട്ട് ഇടയാക്കണമേ. അവിടെ കുടുംബങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ ദൈവമേ അവിടുന്ന് ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വേളയിൽ തന്നെ ഭവനാന്തരീക്ഷങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോട്ടെ, പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പരിശുദ്ധാത്മാവ് നിന്റെ മക്കളോട് ഇടപെടണമേ. രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്നവർ ആശ്വാസങ്ങൾ പ്രാപിക്കട്ടെ. അത്ഭുതകരമായ ദൈവത്തിന്റെ കൃപകൾ എല്ലാ മക്കളും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂടിവരവനായി വചനധ്യാനത്തിനായും സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിച്ചാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.